പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് പറ്റുന്നത്, എപ്രകാരമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ധ്യാനിക്കാം. ഈ ശ്രദ്ധിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ് വർദ്ധിച്ചു വരേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെയും ഈ വീഡിയോ കാണുക. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ദൈവത്തെ കൂടാതെ ഒന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും ഏത് കാര്യം ചെയ്താലും കർത്താവിൻ്റെ കർത്താവില്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ഈ ഭൂമിയിൽ യേശു കർത്താവ് തന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ കർത്താവ് തന്നെ പറയുന്നു, നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥരായി വിട്ടുകളയുവാൻ ദൈവത്തിന് ഒരു താല്പര്യമില്ല. നാം അനാഥത്വം അനുഭവിപ്പാനോ നമ്മൾ ഏകാന്തമായി നടക്കുവാനോ നമ്മൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് തകർന്ന് നമ്മളെ മനസ്സിലാകാതെ നമ്മൾ ഭാരപ്പെട്ടായിരിക്കാൻ തക്കവണ്ണം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാനും ദൈവത്തോട് പറ്റിയിരിക്കുവാനും ദൈവവുമായിട്ട് പ്രകാരമാണ് മുമ്പോട്ട് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിലൂടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ ആത്മാവിനെ പറ്റി ഇപ്രകാരമാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിൻ്റെ 5 മുതൽ 7 വാക്യത്തിൽ പറയുന്നു, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, സ്പിരിറ്റ് ഓഫ് നോളേജ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഫിയർ ഓഫ് ദ ലോർഡ്. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നു. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. ആലോചനയുടെയും ബലത്തിൻ്റെയും ശക്തിയുടെയും ദൈവഭയത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. കർത്താവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ യേശുവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവിനെ പറ്റി ഞാൻ ചില വേദഭാഗങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വേദപുസ്തകത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നു, പരിശുദ്ധാത്മാവ് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് ഹോളിനെസ്. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വിശുദ്ധിയുടെയും ആത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നീ വിശുദ്ധനായത് കൊണ്ടല്ല പരിശുദ്ധാത്മാവ് വരുന്നത്, നിന്നെ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നത്, കൈപിടിച്ച് നടത്തുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്നെ വിശുദ്ധമായ ജീവിത മേഖലകളിലേക്ക് കൈപിടിച്ച് നടത്തും. എപ്രകാരമാണ് വിശുദ്ധമായ ജീവിതത്തിലേക്ക് നടത്തുന്നത്? പരിശുദ്ധാത്മാവ് ഒന്ന് വചനപ്രകാരം നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് സാധ്യമാകും. നാം വായിക്കുന്ന വചനങ്ങൾ, നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള മെസ്സേജുകൾ, അത് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ഏക വ്യക്തി പരിശുദ്ധാത്മാവാണ്. നമ്മളത് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രകടമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം മാറും. ദൈവ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് പറ്റും. ദൈവത്തിൻ്റെ ആലോചനകളെ നമുക്ക് അറിയിക്കുവാനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷവും സമാധാനത്തെ കൊണ്ടുവരും. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത് സമാധാനം തരും. ഈ സമാധാനത്തിൻ്റെ പ്രത്യേകത ദൈവിക സമാധാനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളിൽ നിന്ന് നിനക്ക് ജയം നേടുവാനും നിന്നെ ദൈവിക സമാധാനത്തിലേക്ക് നയിക്കുവാനും പറ്റും. പരിശുദ്ധാത്മാവാൻ ദൈവം നിന്നെ നന്നായി മനസ്സിലാക്കും. നിന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ ബലഹീനതയെ താങ്ങുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റി ഇപ്രകാരമാണ് പറയുന്നത്. നെഹമ്യാവ് 8:10 പറയുന്നു, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ജോയ് ഓഫ് ദ സ്പിരിറ്റ്. ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ്, സന്തോഷത്തിൻ്റെ ആത്മാവാണ്. അല്ലെങ്കിൽ കർത്താവ് ആത്മാവ് നിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും.
വരുമ്പോൾ നിനക്ക് ശക്തി പ്രാപിക്കുവാനായിട്ട് പറ്റും. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. കർത്താവിലുള്ള സന്തോഷമാണ് നിൻ്റെ ബലം. അപ്പം നമ്മുടെ സന്തോഷമല്ല, കർത്താവിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമാണ് നമ്മുടെ ബലം. നമുക്ക് കർത്താവിൽ എങ്ങനെയാണ് സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റുന്നത്? പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉയരത്തിലുള്ള ചിന്തകൾ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. ഭൂമിയിൽ അനേകം തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, പലതരത്തിലുള്ള വ്യാകുലതകളുണ്ട്. ജോലിയെക്കുറിച്ചുള്ള ഭാരങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, ഇല്ലെങ്കിൽ നാളെ സാമ്പത്തികമായ മേഖലകളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ചിന്താഭാരങ്ങളാൽ ഞങ്ങൾ വ്യാകുലരാണ്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ഉയരത്തിലുള്ള അതിനെപ്പറ്റിയോ അല്ലെങ്കിൽ ദൈവവചനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടുകളോ ഒന്നും പലപ്പോഴും നമുക്കത് അനുഭവിക്കുവാനായിട്ട് പറ്റുന്നില്ല. ഈ ലോകത്തിലുള്ള മാനസികമായ പ്രയാസങ്ങൾ, മാനസികമായിട്ടുള്ള പ്രഷറുകൾ പലപ്പോഴും നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നിൻ്റെ ജോലിസ്ഥലത്ത് മാത്രമല്ല, നിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവിനെ പറ്റി ദൈവത്തിൻ്റെ പറഞ്ഞു, ഹീസ് ഓർ ഹെൽപ്പർ. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് കേവലം ഒരു ഹെൽപ്പർ മാത്രമല്ല. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവം, തുല്യ പ്രാധാന്യമാണ് പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്നെ സഹായിക്കുകയാണ്. എന്തിനാണ് സഹായിക്കുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ നമ്മൾ കേട്ടു. പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം മർക്കോസിൻ്റെ മാളികയിൽ 120 പേര് കൂടിയിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:10 പറയുന്നു, യു ആർ മൈ വിറ്റ്നസ് ഈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സാക്ഷികളായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ സാക്ഷികളാകുവാനാണ്. അപ്പം ദൈവത്തിൻ്റെ ഒരു മകളായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമ്മൾ വേദപുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരുമായി വിശുദ്ധരും നീതിയുള്ളവരായി നിർത്താൻ ദൈവം നമ്മെ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ ആണ് കടന്നു വരേണ്ടത്. പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവിക ജ്ഞാനത്തെ നമുക്ക് നൽകും, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തെ നമുക്ക് നൽകും. മനുഷ്യന് പരിശുദ്ധാത്മാവിലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ഈ ഭൂമിയിൽ വിജയകരമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധ്യമല്ല. ദൈവത്തെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവ് നമ്മെ സ്പർശിച്ചത് കൊണ്ടാണ്. പല ആൾക്കാർ പറയാറുണ്ട്, പല ആൾക്കാർക്കും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടാറില്ല. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവവചനം വായിക്കുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം, പക്ഷേ അവൻ്റെ ഹൃദയവും ദൈവവും തമ്മിൽ വളരെ അകന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും സ്പർശിക്കണമെന്നില്ല. അപ്പോൾ വേദപുസ്തകം വായിച്ചാലോ, വേദപുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കണമെന്നില്ല. അപ്പോൾ ദൈവം നമ്മെ സ്പർശിക്കുന്നത്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ. ആ പദ്ധതി എന്ന് പറയുന്ന അനാദ്യകാല പദ്ധതിയാണ്, അതിപ്പോൾ ഉള്ള പദ്ധതിയല്ല. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന, ഈ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞെന്നാണ്. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ കർത്താവ് നമ്മെ അറിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ അറിഞ്ഞിരിക്കുന്ന ഒരു വെളിപ്പാട് നമ്മൾ തിരിച്ചറിയണം. ഈ ലോകത്തിൽ നമുക്ക് കുടുംബജീവിതത്തിലാകട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, നമുക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റുന്നത് പരിശുദ്ധാത്മാവിലാണ്. അത് നമ്മളെപ്പോഴും തിരിച്ചറിയണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൾ മാറിയതുപോലെയാവും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങൾ വെളിപ്പെടുത്തുന്നവരായി മാറും. നമുക്ക് ആത്മാവിൻ്റെ ഫലം നമ്മളിൽ നിന്ന് ഉളവായി വരും. ഇല്ലാതെ നമ്മൾ എത്ര ഫലം നമ്മളിൽ നിന്ന് വെളിയിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് വരത്തില്ല. സ്നേഹം കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് പലപ്പോഴും സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല. സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമാധാനത്തോടെ ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോഴായിരിക്കും ദേഷ്യം വരുന്നത്. പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പലപ്പോഴും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വളരെ ഡിസ്റ്റർബ്ഡായിപ്പോവും. ഈ സാഹചര്യങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനത്തെ അനുഭവിക്കാനായിട്ട് പറ്റും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പല ആക്സിഡൻറ്റുകൾ ഫേസ് ചെയ്യുന്ന സമയത്ത് വളരെ നിരാശപ്പെടുന്ന മേഖലകൾ വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സമാധാനം എനിക്ക് അനുഭവിക്കുന്നത് കണ്ടു. അതെല്ലാം കൂളായിട്ട് ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പ്രത്യേക കഴിവുള്ളത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാൻ എപ്പോഴും വില്ലിങ്ങാണ്.
നമ്മൾ ഏത് നിസ്സാര കാര്യവും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോട് നീ പറഞ്ഞിട്ട് നീ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാനായിട്ട് പറ്റും. അത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. പരിശുദ്ധാത്മാവ് നീ ഒരു ചെറിയ ഒരു സാധനം ഒരു ദൈവദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് താൻ പറഞ്ഞതാണ്. തൻ്റെ ഒരു മുട്ടുസൂചി വാങ്ങിക്കാൻ ആഗ്രഹിച്ചാൽ പോലും അത് പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് പറയും. കാര്യം ഇപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു കാറ് കിട്ടുന്നതോ വലിയൊരു വീട് കിട്ടുന്നതോ ഈ ലോകത്തിൽ വേറെ എന്തെങ്കിലും കിട്ടുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് 10,000 മടങ്ങ് ഉപരിയായിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ദാനമാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നത് അതായത് നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ നിത്യരക്ഷയിൽ നമ്മൾ ദൈവത്തോട് ചേരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാര്യം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അനാഥരെ ഞാൻ വിടത്തിലാണ്. നമ്മളെ വിട്ട് കളഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞ് നമ്മൾ യേശുക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ അനുഭവിച്ചിട്ട് നമുക്ക് ആ സന്തോഷം അനുഭവിച്ചിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ജീവിതം നയിച്ചിരുന്നെങ്കിൽ നമുക്ക് ജീവിതം ഒരു സ്ട്രഗിളാണ്. പലരും ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, നിരാശ വരുമ്പോൾ, ജീവിതത്തിൽ പരാജയങ്ങൾ അനുഭവിക്കുമ്പോഴാണ് അവർ പലപ്പോഴും നിത്യതയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് ജീവിതം, ക്രിസ്തീയ ജീവിതം നമുക്ക് സന്തോഷകരമായി നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് കൂടിയേ തീരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വാസത്താലാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൽ നാം രക്ഷിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്പർശിക്കുമ്പോഴാണ് നമ്മുടെ മരിച്ചു കിടക്കുന്ന ആത്മാവ് ജീവൻ പ്രാപിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തെ ആ ദൈവിക സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ദൈവിക ബന്ധത്തിലേക്കും കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാര്യം വചനം നമ്മൾ പഠിക്കുന്ന സമയത്ത് വ്യക്തമായി നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, ശുദ്ധീകരണം പ്രാപിച്ച എല്ലാവരുടെയും ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഒറ്റ കാര്യം മാത്രം നമ്മൾ പറയുക, പരിശുദ്ധാത്മാവിനോട് പറയണം, യേശുവേ, അങ്ങയുടെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് വരണം, ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു, എന്നിലേക്ക് വന്ന് നിറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം ദൈവസന്നിധിയിൽ പറയണം. നമ്മൾ അത് വിശ്വാസത്താൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ ഭാഗങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നത്, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് അവരെ നയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ യെരുശലേമിൽ എന്തിനാണ് പോകുന്നത്? അവരൊരു വിറ്റ്നസ്സിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം അവരെ യെരുശലേമിലേക്ക് വരെ കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് വാങ്ങിപ്പോകാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. മർക്കോസിൻ്റെ മാളികയിൽ 120 പേര് കൂടിയിരുന്ന് അവർ ദൈവത്തെ പാടിയും മഹത്വപ്പെടുത്തി അവർ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇതാ പിളർന്ന നാവുകൾ പോലെ ഓരോ വ്യക്തികളുടെ മേലും പതിയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈവൻ യേശുവിൻ്റെ അമ്മയാകുന്ന മറിയയിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശുവിൻ്റെ മാതാവായിരുന്ന മറിയയ്ക്കും ആവശ്യമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഏറ്റവും അധികം നമ്മൾ പ്രാപിക്കേണ്ട നമുക്കൊരു ആഗ്രഹവും വാഞ്ചയും നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയകരമായ ജീവിതം ഉണ്ടാകത്തില്ല, പരാജയം ഉണ്ടാകും. പിശാചിനെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിശാചിനെ നമുക്ക് ജയിക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തിയിലോ സ്വന്തം കഴിവിലോ ഒന്നും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. ദൈവവചനം നമുക്ക് അറിവുണ്ട്, നമുക്ക് ഒത്തിരി വചനങ്ങൾ നമുക്ക് അറിയണമെന്നുകൊണ്ട് നമുക്ക് ജയിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്നിരിക്കത്തില്ല. അപ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അതൊരു വെളിപ്പാടായി വരുമ്പോഴാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിൽ നമുക്ക് ജയിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധാത്മാവിലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻഫിൽ ചെയ്യുകയാണ്. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവെല്ലാം ഇൻഫിൽ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മർക്കോസിൻ്റെ മാളികയിൽ ഉണ്ടായിരുന്നതുപോലെ ഓരോ വ്യക്തികളുടെ മേൽ പതിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് അന്ത്യകാലത്തിലും നമ്മുടെ മേൽ പതിയുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. അന്ത്യനാളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അന്ത്യനാളിൽ സകല ജഡത്തിൻ്റെ മേലും തൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്.
അപ്പോൾ അന്ത്യനാളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പകർച്ചയുണ്ട്. കാര്യം ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ, നമുക്ക് വിശ്വാസ ജീവിതത്തിൽ തുടരണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമാകത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കി നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി ഇപ്രകാരമാണ് പറയുന്നത്. ഉൽപ്പത്തി 1:1 നമുക്ക് ഇപ്രകാരം പറയുന്നു, ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ഗോഡ് വാസ് ഹോവറിംഗ് ഓവർ ദ ഫേസ് ഓഫ് ദ എർത്ത്. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം പരിവർത്തിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു കാറ്റ്, തീ എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസാണ്, വെളിപ്പെടുത്തലാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ പുതിയ ഒരു വ്യക്തിയാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടെത്തുകയാണ്. നമ്മുടെ പഴയ പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന്, ഈ ലോകപ്രകാരമുള്ള ജീവിതത്തിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൈപിടിച്ച് നടത്തുന്നതാണ് ഈ പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൃപകളും കൃപാവരങ്ങൾ കൊണ്ട് നാം നിറയപ്പെടുവാനിടയായിത്തീരും. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ നമ്മുടെ കൈകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ വായ് എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആയുധമാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാനായിട്ട് സാധ്യമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ പല വ്യക്തികളും പറയാറുണ്ട്, ദൈവവചനം എനിക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ഹല്ലേലൂയ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ വ്യക്തിയുമായി, പരിശുദ്ധാത്മാവുമായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള ബന്ധം നമ്മളെ ദൈവവചനത്തെ അനുസരിക്കാൻ നമ്മളെ സഹായിക്കും എന്നാണ്. ദൈവം നമ്മൾ പോകേണ്ട മേഖലകളിൽ ദൈവം നമ്മളെ കൊണ്ടുപോകും. പോകേണ്ടാത്ത മേഖലകളിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ ജാതികളെപ്പോലെ ജീവിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ജാതികളെപ്പോലെ ജീവിക്കാൻ, ദൈവത്തെ അറിഞ്ഞുകൂടാത്ത വ്യക്തികളെപ്പോലെ അല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തെ അറിഞ്ഞ് ഒരു ദൈവ പൈതലായി, ദൈവത്തിൻ്റെ സാക്ഷിയുള്ള, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളെ ഉള്ളിൽ നിന്ന് വരണം. നമ്മളെ കാണുന്നവർ ഇത് ഒരു ദൈവ പൈതലാണ് എന്ന് പറയത്തക്ക നിലവാരത്തിലേക്ക് നമ്മളെ ആക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെ ഹൃദയത്തിനകത്ത് നമുക്ക് കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹത്തെ നൽകുന്ന പരിശുദ്ധാത്മാവാണ്. ഒരു മാൻ എപ്രകാരമാണ് നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, അപ്രകാരമാണ് നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് ചെല്ലുവാൻ നമുക്ക് ആകാംക്ഷ ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ടൊരു ദാഹം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. ആ യേശുവിനെ നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ നമ്മളെ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 5:48 നാം വ്യക്തമായി കാണുവാനായിട്ട് സാധ്യമാകുന്നു. ബി ഇ therefore perfect even as your father which is in heaven is perfect. നമ്മുടെ പിതാവ് സ്വർഗത്തിൽ എപ്രകാരമാണ് പെർഫെക്റ്റ് ആയിരിക്കുന്നത്, അപ്രകാരം നമ്മളും അതുപോലെ പെർഫെക്റ്റ് ആകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പെർഫെക്ഷനിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടിയേ തീരും. നമ്മളെ അതെപ്പോഴാണ് ചെയ്യുന്നത്? ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല. ഒറ്റ ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നില്ല. ഗ്രാജുവലായിട്ട് നമ്മുടെ ജീവിതത്തെ പണിയുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ നിത്യതയിലേക്ക് ഒരുക്കുക മാത്രമല്ല, നമ്മളെ പെർഫെക്റ്റ് ആക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ആ പെർഫെക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലേക്ക് നമ്മൾ സമർപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ കരത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അങ്ങ് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റണം. എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ കുറവുകളെയൊക്കെ കർത്താവ് മാറ്റണം. നമ്മുടെ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഒരു സറണ്ടർ ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നാം സറണ്ടർ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കാനിടയായിത്തീരും. പല വ്യക്തികളെയും നമ്മളെ ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു വേലക്കാരനാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തെ പോലെ, പുത്രനായ ക്രിസ്തുവിനെ പോലെ പരിശുദ്ധാത്മാവ് തുല്യമുള്ളതാണ് പരിശുദ്ധാത്മാവാദ്യം. അപ്പോൾ ആ ദൈവത്തെ നമ്മൾ ത്രിയേക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമുക്ക് ദേഹം, ദേഹി, ആത്മാവ് ഉള്ളതുപോലെയാണ് നമുക്ക് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. വേറെ ഭാഗത്ത് പറയുന്നു യേശുവിൻ്റെ ആത്മാവാണ്.
അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇത് മൂന്ന് ദൈവമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമുക്ക് ദേഹം, ദേഹി, ആത്മാവ്, മാംസവും അസ്ഥിയും രക്തവും ഉള്ളതുപോലെയാണ് ദൈവത്തിന് തൻ്റെ ആത്മാവ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ആ ദൈവത്തിൻ്റെ ആത്മാവായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു ഭാഗ്യത്തെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പഴയ നിയമ ഭക്തന്മാരെക്കാളും പുതിയ നിയമത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞുവല്ലോ, ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്, നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്യരുത്, എടുത്തു മാറ്റരുത്. കാര്യം ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാല്യൂ ആർക്കറിയാമായിരുന്നു? ദാവീദിന് അറിയാമായിരുന്നു. കാര്യം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ് പാപം ചെയ്യുന്ന സമയത്തും ദാവീദ് പറഞ്ഞ ഒറ്റ കാര്യം, എൻ്റെ ഭാര്യനെയോ എൻ്റെ രാജ്യത്തെയോ എൻ്റെ രാജാക്കന്മാരെയോ ഇല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ എടുത്തു കളയരുത് എന്നല്ല പ്രാർത്ഥിച്ചത്, നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് നീ എടുത്തു മാറ്റുക. അത്രത്തോളം ദൈവത്തിൻ്റെ ആത്മാവിനോടുള്ള സ്നേഹം, ഇഷ്ടവും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകുന്നു. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ഇഷ്ടപ്പെടണം. പരിശുദ്ധാത്മാവുമായിട്ടൊരു സ്നേഹത്തെ നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വ്യക്തിയുമായിട്ടൊരു സ്നേഹബന്ധമാണ് നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ, നിൻ്റെ ശുശ്രൂഷയുടെ ഫൗണ്ടേഷൻ. ഈ ഭൂമിയിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലുള്ള പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ ആത്മാവിനായിട്ടുള്ള ബന്ധവുമാണ് നിൻ്റെ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവവചനത്തെ അനുസരിക്കുവാനായിട്ട് സാധ്യമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. ഈ ലോകത്തിൽ നമ്മൾ വിവിധ തരത്തിൽ ആണ് നമ്മൾ ശുശ്രൂഷയിൽ നമ്മൾ ആകുന്നത്. പലരും പല വ്യത്യസ്തമായ ദൈവം വിളിച്ചിരിക്കുന്ന പല വ്യത്യസ്ത മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളുണ്ട്. നമുക്കാരെയും വിമർശിക്കാനോ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വിമർശിക്കാനോ ഒന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടായിരിക്കും. നമ്മളെല്ലാം തികഞ്ഞവരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളായിരിക്കാനല്ല. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കണമെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. ആ വ്യക്തിയുമായി നമ്മൾ പ്രാർത്ഥിക്കണം, വ്യക്തിയുമായിട്ട് ചേർന്ന് നമ്മൾ സംസാരിക്കണം. ഒരു ഭക്തനായ മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെയാണ് പറഞ്ഞത്, വിജയകരമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അന്യഭാഷകൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാപിച്ച് ഒരു വാക്കായിരിക്കും ആദ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകളായിരിക്കും. അത് അവിടെ കൊണ്ട് നിർത്തരുത്. നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. അപ്പോൾ കർത്താവ് എനിക്ക് പുതിയ പുതിയ ഭാഷകൾ കൊണ്ട് തന്നെ നിറയ്ക്കണം. ആ ഭാഷയിൽ കർത്താവ് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അങ്ങയുമായി സംസാരിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ ദൈവത്തോട് പറയുകയാണെങ്കിൽ തൻ്റെ ആത്മാവിനെ കൊണ്ട് അധികം കർത്താവ് നിറയ്ക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. കാര്യം പരിശുദ്ധാത്മാവിനാലാണ് ദൈവം നമ്മെ മുദ്രയിട്ടപ്പെട്ട് വെച്ചിരിക്കുന്നത്. കാര്യം എന്തിനാണ്? വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് മുദ്രയിട്ടിരിക്കുന്നത്. അതെപ്പോഴും നമ്മൾ ചിന്തിക്കണം. മത്തായി സുവിശേഷത്തിൽ നമുക്ക് 24:33 നമുക്ക് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 28ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെയാണ് പറയുന്നത്, Now when these things begin to happen, look up and lift up your heads because your redemptions draw near. നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ വീണ്ടെടുപ്പിലേക്ക് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്, നമ്മളെ മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നത് നമ്മളെ പരിശുദ്ധാത്മാവിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ പെർഫെക്ഷനിലേക്ക് നമ്മെ നയിക്കുകയാണ്, നമ്മുടെ റിഡംഷനിലേക്ക് നമ്മളെ പെർഫെക്റ്റ് ആക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:26-27 പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ മിസ്റ്ററി ഓഫ് ദ ഗോഡ് ഈസ് ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിൻ്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് നമുക്കൊരു ദാഹം ഉണ്ടാകണം. അപ്പോൾ ഇവിടെ പറയുന്നു, നമുക്ക് 1 കൊരിന്ത്യർ 12:13 നമ്മൾ വായിക്കുന്ന സമയത്ത് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഫോർ ബൈ ഓൺ സ്പിരിറ്റ് വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ഓൺ ബോഡി. നാം പരിശുദ്ധാത്മാവിനാലാണ് നാം സ്നാനമേറ്റിരിക്കുന്നത്.
ഫോർ വൺ സ്പിരിറ്റ് വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ വൺ ബോഡി. ഒരേ ആത്മാവിലായിട്ടാണ് നമ്മെ സ്നാനപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, പരിശുദ്ധാത്മ ഇമേഴ്സിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് നമുക്ക് തന്നിരിക്കുന്നത് അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മളെ ഇനി എന്തല്ല, നമ്മളിനി അടിമകളല്ല. അവിടെ താഴോട്ടുകൾ വായിച്ചു വരുമ്പോൾ അത് വ്യക്തമായി 1 കൊരിന്ത്യർ 12:13 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി നമുക്ക് 12 അധ്യായം 13 വാക്യം താഴോട്ടൊക്കെ വായിക്കുമ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു സ്ലേവായിട്ട്, അടിമയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മളെ ഒരു ദൈവ പൈതലായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ആത്മാവിലൊരു ഐക്യത ഉണ്ടാകും. നമ്മുടെ ഭവനത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവിൽ നമുക്ക് ഐക്യത ഉണ്ടാകും. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഭിന്നതയുടെ ആത്മാവല്ല. പല ആൾക്കാരും ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഭിന്നത ഉണ്ടാകുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നത ഉണ്ടാകത്തില്ല, മക്കൾ തമ്മിൽ ഭിന്നത ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് നിൻ്റെ ഭവനത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളെ മാറ്റുവാനായിട്ട് സാധ്യമാണ്. ഭവനത്തിൽ നിങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടാകും. ഭവനത്തിനകത്തുള്ള അവസ്ഥകളൊക്കെ മാറുവാനിടയായിത്തീരും. പല പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും. പ്രശ്നങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് മാറണമെന്നില്ല, പക്ഷേ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും പ്രശ്നങ്ങളെ ജയിക്കുവാനൊക്കെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അവിടെ പറയുന്നത് യൂണിറ്റി ഓഫ് ദി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമുക്ക് ഐക്യത തരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധ്യമാണ്. പരിശുദ്ധാത്മാവ് യോഹന്നാൻ 16:14 ഇപ്രകാരമാണ് പറയുന്നത്: ഓഫ് ദ ഹോളി സ്പിരിറ്റ് ജീസസ് സെഡ് ഹി വിൽ ഗ്ലോറിഫൈ മീ, ഫോർ ഹി വിൽ ടേക്ക് ഓഫ് വാട്ട് ഈസ് മൈൻ ആൻഡ് ഡിക്ലെയർ ഇറ്റ് ടു യു. പരിശുദ്ധാത്മാവിനെ പറ്റി ഇപ്രകാരമാണ് യേശു കർത്താവ് പറയുന്നത്: എന്നിൽ നിന്ന് എടുത്ത് നിങ്ങളിലേക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്നിലുള്ള ദൈവത്തിൽ നിന്നുള്ളതാണ് നമ്മളിലേക്ക് പകരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ അനുദിനം എപ്രകാരമാണ് മുമ്പോട്ട് നടക്കേണ്ടത്, എപ്രകാരമാണ് നമ്മെ വിജയകരമായി ജീവിക്കേണ്ടത്, എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്രകാരമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, എപ്രകാരമാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്. ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു തരും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അപ്രകാരം ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനായിട്ട് നിങ്ങൾ ആഗ്രഹമുണ്ടാകണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് വിശ്വസിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടൊരു ദാഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനാ ജീവിതം നമ്മൾ നയിക്കുന്ന വ്യക്തിയായിരിക്കണം, പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിലും ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് കിട്ടുന്ന അറിവിൽ നിന്ന്, വചനം പറയുന്നു, അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാകണം. അപ്പോൾ പ്രാർത്ഥന നിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പ്രാർത്ഥന നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റും. പ്രാർത്ഥിക്കാത്ത ഒരാൾക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ശക്തി ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഏതൊക്കെ മേഖലകളിലാണ് നിനക്ക് ശക്തി നൽകേണ്ടത് ദൈവത്തിന് അറിയാം. നിൻ്റെ ഫിസിക്കൽ മാത്രമല്ല, നിൻ്റെ മാനസിക മേഖലകളിൽ, നിൻ്റെ വൈകാരിക മേഖലകളിൽ മാത്രമല്ല, നിൻ്റെ അകത്തെ മനുഷ്യന് കർത്താവ് ബലത്തെ നൽകും. നമുക്കകത്ത് ബലമില്ല എങ്കിൽ പുറമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇത് വിശ്വാസ ജീവിതമാണ് നമ്മുടെ. കാഴ്ചയാലല്ല, നമ്മൾ മറ്റുള്ളവരെ പോലെ കാണുന്ന കാര്യങ്ങളിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നമ്മളായിരിക്കുന്നത്. അപ്പം വിശ്വാസത്താൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന് കൂടിയേ തീരും. അപ്പോൾ ഈ ദൈവവചനത്തെ നമുക്ക് അനുസരിച്ച് അത് അപ്രകാരം നമുക്ക് ജീവിക്കുവാൻ നമ്മുടെ ബുദ്ധി എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ പറ്റിയെന്നിരിക്കത്തില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധമുണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാളായി മാറണം. ഒരുപക്ഷേ നിങ്ങൾ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം. പലരും പല സമയം പറയാറുണ്ട്. പലരും പറയും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, രാത്രി പ്രാർത്ഥിക്കണം. അപ്പം വിവിധ തരത്തിലുള്ള സമയങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഒരു നല്ല സ്നേഹിതനെ പോലെ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പറയണം: കർത്താവേ, നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. യേശുവേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. നിങ്ങൾ പറയുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് നിറയുവാനിടയായിത്തീരും. നിൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് മാറും. ഹല്ലേലൂയ.
ഈ നല്ല ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ളൊരു ദാഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനായി സഹോദരിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. കർത്താവിൻ്റെ ആത്മാവിനെ എങ്ങനെയാണ് പ്രാപിക്കേണ്ടതെന്ന് അവർക്ക് കേൾക്കുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. അവരെ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി അവരെ ഒരുക്കണം. അങ്ങ് പറഞ്ഞു, അന്ത്യനാളിൽ സകല ജഡത്തിൻ്റെ മേൽ തൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹത്തോടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ ആത്മാവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം മുമ്പോട്ട് പോകുവാൻ, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കർത്താവെ മുമ്പോട്ട് പോകുവാൻ അവരെ സഹായിക്കണം. അവരെ ഭാരങ്ങൾ മാറട്ടെ, രോഗങ്ങൾ അകഞ്ഞു മാറട്ടെ, ബന്ധനങ്ങൾ അകഞ്ഞു മാറട്ടെ. പിശാചിൻ്റെ പദ്ധതികളിൽ കുടുങ്ങി അവരെ നശിച്ചു പോകാതെ വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ അവരെല്ലാവരെയും സഹായിക്കണം. അതിനായി പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. ഇപ്പോൾ കർത്താവെ ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന എല്ലാവരെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനായി ഒരുക്കണമേ, പരിശുദ്ധമാരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. മാനമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.